നമസ്കാരം. ബ്രസീലിൽ ഒരു ഭാര്യ ഭർത്താവിനോട് ചെയ്ത കടുംകൈയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ചർച്ചയാകുന്നത്. ഈ സ്ത്രീ ചെയ്തത് ഇവരുടെ ഭർത്താവിനെ കൊന്നതിന് ശേഷം അയാളുടെ ജനനേന്ദ്രിയം ബീൻസ് കറിയിലേക്ക് ചേർത്ത് ഭക്ഷിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഈ ചെറുത്ത ഭാഗങ്ങളൊക്കെ തന്നെ താൻ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ബീൻസ് സ്റ്റ്യൂവിൽ ചേർത്താണ് ഇവർ കഴിച്ചത് എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഇവരുടെ പേരോ മറ്റ് വിശദാംശങ്ങളോ ഒന്നും തന്നെ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. 37-കാരിയായ ഒരു യുവതിയാണ് ഇത് ചെയ്തത് എന്നാണ് ബ്രസീലിലെ പോലീസ് വ്യക്തമാക്കുന്നത്. ഇവരുടെ ഭർത്താവിനെ കുറേ ദിവസങ്ങളെ കാണാനില്ലായിരുന്നു. അങ്ങനെ അയാളുടെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളുടെ മൃതദേഹം കണ്ടെടുത്തത് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. കണ്ടെടുത്ത മൃതദേഹത്തിൽ ജനനേന്ദ്രിയം ഒഴികെയുള്ള ബാക്കിയെല്ലാ ഭാഗങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പോലീസ് ഈ ഭാര്യയെ പിടികൂടി ചോദ്യം ചെയ്യുന്നതും ഇതിൻ്റെ കാരണങ്ങളിലേക്ക് കടക്കുന്നതും. ഭർത്താവ് നിരന്തരമായി ഫോൺ വീഡിയോകൾ കാണുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് ഭാര്യയുടെ പരാതി. ഇത് താൻ പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടും അയാൾ തുടർന്നു വന്നു. ഒടുവിൽ പ്രകോപിതയായ താൻ അയാളെ കൊല്ലുകയും അയാളെ ലൈംഗിക അവയവം എടുത്ത് കറി വെച്ച് കഴിക്കുകയും ചെയ്തു എന്നാണ് ഈ സ്ത്രീ ഇപ്പോൾ പോലീസിനോട് സമ്മതിച്ചിട്ടുള്ളത്. എന്നാൽ ഇത് പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഇത് സംബന്ധിച്ച് മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നുള്ളതുകൂടി, എന്നാൽ ഇത് പൂർണ്ണമായും പോലീസ് വിശ്വസിക്കുന്നില്ല. ഇത് സംബന്ധിച്ച് മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൂടി ഈ കൊലപാതകത്തിന് പിന്നിലുണ്ടോ എന്നുള്ള കാര്യവും അന്വേഷിക്കുന്നുണ്ട്. ബ്രസീലിൽ ഇപ്പോൾ ഇത്തരം സംഭവങ്ങൾ തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാർച്ചിൽ ഒരു 65-കാരിയായ സ്ത്രീ ഇത്തരത്തിൽ ഒരു മനുഷ്യനെ കൊന്നതിന് ശേഷം അയാളുടെ ലൈംഗിക അവയവങ്ങൾ ഹൃദയവും എടുത്ത് പാചകം ചെയ്ത് കഴിച്ചിരുന്നു. ഇവരെയും പിന്നീട് പോലീസ് പിടികൂടുകയായിരുന്നു. ഇവരുടെ ശരിക്കുമുള്ള പേര് അന്ന് പോലീസ് വെളിപ്പെടുത്തിയിരുന്നില്ല. ജോസഫ് ലിമ ഡിസൂസ എന്നാണ് ഈ സ്ത്രീയുടെ പേര്. ഇയാൾ എന്തിനു കൊന്നു എന്നുള്ള അന്വേഷണത്തിലേക്ക് കടന്നു നിന്നപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇയാൾ ഒരു ശിശുക്കളെ പീഡിപ്പിക്കുന്ന ബാലപീഡകനായ മനുഷ്യനായിരുന്നു ഈ കൊല്ലപ്പെട്ടതെന്നാണ്. ഇക്കാര്യം വ്യക്തമായി മനസ്സിലാക്കിയതിൻ്റെ പേരിൽ തന്നെയാണ് താൻ ഇയാളെ കൊന്നത് എന്നാണ് ഈ സ്ത്രീ ഇപ്പോൾ പോലീസിനോട് സമ്മതിച്ചിട്ടുള്ളത്. ഇവരൊരു റിട്ടയർഡ് സർക്കാർ ജീവനക്കാരിയാണ്. മാത്രമല്ല, ഈ കൊല്ലപ്പെട്ടയാളുടെ മൃതദേഹത്തിന് അടുത്ത് തന്നെ ഇവർ ഒരു രക്തം പുരണ്ട കത്തെഴുതി വെച്ചിരുന്നു. മാത്രമല്ല, ഇയാളെ കുത്തിക്കൊല്ലാൻ ഉപയോഗിച്ച രക്തം പുരണ്ട കത്തിയുമല്ല അതിൻ്റെ സമൂഹത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ അന്വേഷണം വളരെ എളുപ്പമാക്കാൻ ഇത് സഹായകമായി. അങ്ങനെയാണ് ഇവരുടെ ജീവിത പങ്കാളിയായ ഒരു മനുഷ്യനെ പിടികൂടിയത്. അയാളുടെ പേര് വിവരങ്ങൾ എന്താണെന്നുള്ള കാര്യം ഇനിയും പോലീസ് പുറത്തുവിട്ടിട്ടുമില്ല. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു സംഭവം കുറച്ചാൾ മുമ്പ് നടന്നത് ഫിലിപ്പീൻസിലാണ്. കുറച്ചാൾ മുമ്പ് ഫിലിപ്പീൻസിൽ ഇത്തരം സംഭവം നടന്നിരുന്ന ഒരു ഭാര്യയും ഭർത്താവും ലൈംഗിക ബന്ധത്തിന് ഏർപ്പെടുന്നതിനിടെ ഭർത്താവ് മറ്റേതൊരു സ്ത്രീയുടെ പേര് വിളിച്ചു പറഞ്ഞു. ഇതിൽ പ്രകോപിതയായ ഭാര്യ ഒരു കത്തി കൊണ്ടുവരികയും അയാളുടെ ലിംഗം ഛേദിക്കുകയും ചെയ്തിരുന്നു. ഇയാളുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ അയൽക്കാർ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു എങ്കിൽ പോലും ഇയാളുടെ ലൈംഗിക അവയവം തുന്നിച്ചേർക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. അത്രമേൽ ഇവർ വെട്ടിമാറ്റിയിരുന്നു. ഭാര്യയെ പോലീസ് പിടികൂടിയിരുന്നു. ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഭാര്യ വിശദീകരിച്ചത് തന്നെ ഭർത്താവ് ഒരു മഹാസ്ത്രീലംബടനായിരുന്നു, ഇയാൾക്ക് നിരവധി സ്ത്രീകളുമായി ബന്ധമുണ്ട്, ഇത് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് താൻ ഈ ഒരു കടുങ്കൈ ചെയ്തത് എന്നാണ്.